എബ്രായർ അധ്യായം 8. നാം ഈ പറയുന്നതിന്റെ സാരം ഇതാണ്: സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നവനായ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. അവിടുന്ന് വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് തന്നെ സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷ ചെയ്യുന്നവനാണ്. വഴിപാടുകളും യാഗങ്ങളും അർപ്പിക്കുവാനാണ് ഓരോ മഹാപുരോഹിതനും നിയമിക്കപ്പെടുന്നത്. അതുകൊണ്ട് അർപ്പിക്കുവാൻ ഇദ്ദേഹത്തിനും വല്ലതും വേണം. അവിടുന്ന് ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകുമായിരുന്നില്ല. കാരണം ന്യായപ്രമാണ പ്രകാരമുള്ള വഴിപാടുകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ ഉണ്ടല്ലോ. മോശെ കൂടാരം പണിയുവാൻ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം സകലവും നിർമ്മിക്കുക എന്ന് ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൽപ്പന ലഭിച്ചതനുസരിച്ച് അവർ സ്വർഗീയമായതിന്റെ നിഴലും സദൃശവുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. യേശുവോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ശ്രേഷ്ഠ ഉടമ്പടിയുടെ മധ്യസ്ഥനാകിയാൽ കൂടുതൽ ഉത്കൃഷ്ടമായ ഒരു ശുശ്രൂഷ പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നുവെങ്കിൽ മറ്റൊരു ഉടമ്പടിയുടെ ആവശ്യം വരികയില്ലായിരുന്നു. എന്നാൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയൊരു ഉടമ്പടി ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ടു പോന്നപ്പോൾ അവരോട് ചെയ്തിരുന്ന ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. കാരണം അവർ എന്റെ ഉടമ്പടിയോട് വിശ്വസ്തരായിരുന്നില്ല, ഞാൻ അവരെ അംഗീകരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ആ കാലത്തിന് ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന ഉടമ്പടി ഇതാകുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ എന്റെ നിയമങ്ങൾ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. ഇനിമേൽ അവരിൽ ആരും തന്റെ അയൽക്കാരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരിൽ ചെറിയവൻ മുതൽ വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അനീതിയിൽ കരുണ കാണിക്കും, അവരുടെ പാപങ്ങൾ ഇനി ഓർക്കുകയുമില്ല. ഈ പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. പഴയതും ജീർണിക്കുന്നതും വേഗം നീങ്ങിപ്പോകും.